സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ തെസ്നീം നൗഫൽ. ഒത്തിരി പേര് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ കൃഷി ചെയ്തിരുന്നു പക്ഷെ ഞാനത് നിർത്തി, കൃഷി ഒട്ടും ലാഭകരമല്ല എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങള്. അപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, മുടങ്ങാത്ത കൃഷി മുടങ്ങാതെ വരുമാനം. അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അതെങ്ങനെയാന്നല്ലേ, നമ്മളിപ്പോ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വെള്ളരിക്ക വിളവെടുപ്പിന്റെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാട്ടാ. അപ്പൊ നമ്മള് വെള്ളരിക്ക വിളവെടുക്കുന്നു, ആ വള്ളികളൊക്കെ അപ്പോൾ തന്നെ അവസാന ഘട്ട വിളവെടുപ്പിൽ നമ്മൾ അത് വലിച്ചു ഒഴിവാക്കുന്നു. അവിടെ നമ്മൾ വീണ്ടും പ്ലാന്റേഷൻ പെട്ടെന്ന് നടത്തുകയാണ്. അതുപോലെ ഇത് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ വാഴത്തോട്ടത്തിലാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ തൈകളൊക്കെ കുഞ്ഞു തൈകളാണ്. അപ്പൊ ഈ വാഴ ഇങ്ങനെ വളരുമ്പോഴേക്കും ഇഷ്ടം പോലെ സൂര്യപ്രകാശം താഴേക്കുണ്ട്. ഈ സ്ഥലം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണോ? വേസ്റ്റ് ആക്കണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ച് വെള്ളരിയും കുമ്പളവും മത്തനും ഒക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു ഒരൊറ്റ പ്രാവശ്യം മാത്രമേ വിളവെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ഏകദേശം ഇത്ര വലിപ്പമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാഴ. അപ്പൊ വാഴ നന്നായി വലുതായി കഴിഞ്ഞാല് അടിയിലേക്ക് സൂര്യപ്രകാശം കിട്ടില്ല. അപ്പോഴേക്കും നമുക്ക് താഴത്തു നിന്ന് ഈ മണ്ണിൽ നിന്നും പൊന്നെടുക്കാലോ. അപ്പൊ അതേ നമ്മുടെ ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാർ വെള്ളരിയാണ്. ഒരു അടിപൊളി അടാർ ഐറ്റം തന്നെയാണ് കേട്ടോ. കാരണം വെള്ളരിക്ക ഒത്തിരി വലിപ്പത്തിൽ ധാരാളം വിളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ വിളവെടുക്കാം, നിങ്ങൾക്ക് കാണണ്ടേ. കണ്ട, നല്ല വെള്ളരി കേട്ടോ, നല്ല നീളമുള്ള വെള്ളരിക്കാണ്. നല്ല കളറ്, നമ്മുടെ മുടിക്കോട് ലോക്കലിന്റെ ഒക്കെ അതേ കളർ തന്നെയാണ് കേട്ടത്. ഇനിയിപ്പോ ഒരുപാട് പേരുടെ സംശയം ഉണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം, ഇത്ര വലിയ വെള്ളരിക്ക വിപണിയിൽ ചെലവാവോ? അതുപോലെ തന്നെ ഇതെന്താ മുറിച്ചു കൊടുത്തിട്ട് ബാക്കി വിറ്റ് കഴിഞ്ഞാൽ ബാക്കി നാശാവില്ലേ എന്നൊക്കെ. അപ്പൊ അതിനുള്ളൊരു മറുപടിയാണ് കേട്ടാ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സീസൺ അനുസരിച്ചിട്ട് വേണം കൃഷി ചെയ്യാൻ. ഇപ്പൊ വിഷുവിന്റെ സമയത്ത് നമുക്ക് കണി വെക്കാനായിട്ട് വളരെ ചെറിയ വെള്ളരിക്കാണ് എല്ലാവരും വാങ്ങിക്കുള്ളൂ. നമ്മുടെ ഒരു വീട്ടില് കറി വെക്കാനായിട്ടുള്ളത് അങ്ങനെയൊക്കെ. പിന്നെ ചില ആളുകൾ മാത്രം മീഡിയം സൈസ് അങ്ങനെയൊക്കെ വാങ്ങിക്കുള്ളൂ. പക്ഷെ ഇപ്പം എന്ന് പറയുമ്പോൾ ഇത് കല്യാണ സീസൺ ആണ്. അപ്പൊ ഈ കല്യാണ സീസണിൽ സദ്യവട്ടങ്ങൾക്കൊക്കെ ആയിട്ട് വലിയ വെള്ളരിക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ സ്കൂളൊക്കെ അവധിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണ സീസൺ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീസണെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഈ കാലാവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ ഓരോ സീസൺസും ഡിമാൻഡുകളും ഒക്കെ നോക്കി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷി ഒരിക്കലും നഷ്ടമായി. ഒരു തടത്തില് 3 വാഴക്കന്നുകൾ വെച്ച് കൃഷി ചെയ്യുന്ന ഇസ്രായേൽ കൃഷി രീതിയിലാണ് നമ്മൾ ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ നമ്മൾ ഇതിന് അടിവളമായിട്ട് നമ്മള് കോഴിവളം, ചാണകം, എല്ലുപൊടി ഇവയൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ തടത്തിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ വെള്ളരിയും കുമ്പളയും മത്തവും ഒക്കെ നട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിന് ഇനി വേറൊരു വളവും നമ്മൾ നൽകിയിട്ടില്ല. പിന്നെ നമ്മുടെ കൃഷി രീതി കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്ലറിയാണ്. നമ്മുടെ ബയോഗ്യാസിൽ നിന്ന് ലഭിക്കുന്ന സ്ലറി നമ്മൾ ലിക്വിഡ് ഫോമിലുള്ളത് നമ്മൾ ഇതിന് തുള്ളി നനയായിട്ട് പൈപ്പ് വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെയാണ് വിളവ് നമുക്ക് ഇത്രയും വലുപ്പത്തിലും ഇത്രയും അധികം ഒക്കെ കിട്ടാനുണ്ടായ ഒരു കാര്യം.
ഇതിപ്പോ വാഴകളൊക്കെ ഇത് ഇത്രയും വലുതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവരെങ്ങനെ വല്ലാതെ ഇങ്ങനെ നിർത്താൻ പറ്റില്ല, കാരണം വെയിൽ കുറയുമ്പോൾ നമുക്ക് വിളവ് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇനി ഇത് അങ്ങോട്ട് വലിക്കാനുള്ള ഒരു തീരുമാനത്തിലും എത്തിയിട്ടുണ്ട് കേട്ടാ. സീസണുകളെ ലക്ഷ്യം വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇളവിനും അതെ ഒരുപാട് വലിപ്പമുള്ളതാണ് ഈ തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മള് കുക്കുംബർ കൃഷി ചെയ്തിരുന്ന സ്ഥലത്താണ്. നമ്മുടെ വിളവെടുപ്പ് വീഡിയോയിലൊക്കെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ദേ 1 ഏക്കറോളം വരുന്ന നമ്മുടെ കുക്കുംബർ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് ഈ നീണ്ടു കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ഈ മൾച്ചിങ് ഷീറ്റ് മാറ്റിയോ ഒന്നും ചെയ്യാതെയാണ് അടുത്ത കൃഷിക്ക് തുടക്കം കുറിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതേ ഈ വെള്ളം പോകുന്ന ഹോൾ ഉണ്ടല്ലോ, അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഈ മൾച്ചിങ് ഷീറ്റില് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ സെയിം കൃഷി ചെയ്ത ഈ സ്ഥലത്ത് വെള്ളത്തിന്റെ ഈ ജലസേചനം ഒക്കെ പക്കയല്ലേ, ഇത് മണ്ണ് വന്ന് അടഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. അത് വെള്ളം വരാത്ത ഭാഗത്തുണ്ടെങ്കിൽ ഒരു സൂചിപ്പിന് ഉപയോഗിച്ച് നമ്മൾ അത് വെള്ളം വരുത്തി കൊടുക്കുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാശാവുന്നില്ല. മാത്രല്ല കഴിഞ്ഞ കൃഷി ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച അതേ മൾച്ചിങ് ഷീറ്റും അതേ ബണ്ടുകളും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ്. ഇതിൽ ചെയ്യുന്നൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഹോളിലും നമ്മൾ കുറച്ച് ഡോളോമേറ്റ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡോളോമേറ്റ് ഇട്ട് കൊടുത്തിട്ട് 5 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ ഇനി നമ്മുടെ പുതിയ തൈകൾ നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പൊ ഡോളോമേറ്റ് ഒക്കെ ഇട്ട് 5 ദിവസം നമ്മൾ മണ്ണൊരുക്കി അടിപൊളിയായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട അവസ്ഥ വന്നില്ല. അപ്പോഴേക്കും ഇത് നമ്മുടെ വില്ലേജ് അഗ്രോ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്ക് ഇവിടെ വെക്കാനുള്ള, നമ്മളെ കൃഷിയിടത്തില് നമുക്ക് ഇതുവരെ നല്ല തൈകൾ തന്നിട്ടുള്ളത് നമ്മുടെ പെരുവല്ലൂരുള്ള വില്ലേജ് അഗ്രോ ആണ് കേട്ടാ. ഇവരെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് പറയുന്ന എനം നമുക്ക് എനം ഒട്ടും മാറാറേ ഇല്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈകൾ ഇവര് നമുക്ക് ഡെലിവറി ചെയ്യാറുണ്ട്. ഇതുവരെ നമുക്ക് വിളവൊക്കെ നല്ല പക്കയായിട്ടാണ് കിട്ടാറുള്ളത്. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുക്കമ്പർ കൃഷി ചെയ്തോടത്താണ് നമ്മൾ തൈ വെക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ കുക്കമ്പർ കൃഷി ചെയ്തോടത്ത് നമ്മൾ വീണ്ടും അതേ സ്ഥലത്ത് അതേ മണ്ണില് കുക്കമ്പർ തന്നെ ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മളിപ്പോ അവിടെ ചെയ്യാൻ പോകുന്നത് വെണ്ടയാണ് കേട്ടാ. അപ്പൊ എന്നെ മാറ്റി മാറ്റി ചെയ്യാം. നിങ്ങൾക്ക് കുക്കുംബർ ചെയ്തെടുത്ത മത്തയോ വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഒക്കെ ചെയ്യാം, കുക്കുംബർ തന്നെ ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗുണകരമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വെക്കാല്ലേ ഇനി. അപ്പം നല്ല വെയിലാണ്, ഞങ്ങളുടെ ലഞ്ച് ബ്രേക്കും കൂടിയാണ്. അപ്പോഴേക്കും ഇനിയും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം ഇവിടുത്തെ ഈ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിലെ ഒത്തിരി നല്ല വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരയ്ക്കും നിങ്ങളുടെ സ്വന്തം ജസ്മി നോഫൽ.